Hi all. Next, I will explain the topic architecture of Android. ഇപ്പോൾ എന്താണ് ആൻഡ്രോയിഡ്, എന്തൊക്കെയാണ് ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ആർക്കിടെക്ചർ ഓഫ് ദി ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും 4 പാർട്സാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ, സെക്കൻഡ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, തേർഡ് വൺ ഈസ് ലൈബ്രറീസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ലിനക്സ് കേർണൽ. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 4 പാർട്സാണുള്ളത്. ഇപ്പോൾ ലൈബ്രറിയുടെ കൂടെ ഇൻ അസോസിയേഷൻ വിത്ത് ലൈബ്രറി അനദർ വൺ ഈസ് ആൻഡ്രോയിഡ് റൺ ടൈം. അപ്പോൾ ഇങ്ങനെ 4 ലെയേഴ്സായിട്ട് ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്. 4 ലെയേഴ്സ് ഓഫ് ആർക്കിടെക്ചർ. ഫസ്റ്റ് വൺ ഈസ് ലിനക്സ് കേർണൽ. ലിനക്സ് കേർണൽ മീൻസ് ഹാർഡ്വെയർ ഡിവൈസ്. കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാർഡ്വെയർ ഡിവൈസുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലെയറിനെയാണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്നത് കേർണലിൻ്റെ താഴെ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഡിവൈസുകളാണ്. അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ടാണ് കേർണൽ. അതുകൊണ്ട് അതിനകത്ത് നോക്കിയാൽ അതിനകത്ത് ഓരോ എലമെൻസും അല്ലെങ്കിൽ അതിനകത്ത് ഓരോ പാർട്ടുകളും എല്ലാം ഡ്രൈവേഴ്സുകളാണ്. ഡിസ്പ്ലേ ഡ്രൈവർ, കീപാഡ് ഡ്രൈവർ, ക്യാമറ ഡ്രൈവർ, വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി വൈഫൈ ഡ്രൈവർ, ഫ്ലാഷ് മെമ്മറി ഡ്രൈവർ, ഓഡിയോ ഡ്രൈവർ, ബൈൻഡർ ഡ്രൈവർ, പവർ മാനേജ്മെൻറ്റ് എല്ലാം ഡ്രൈവേഴ്സാണ്. ദാറ്റ് മീൻസ് വേറെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളാണ് ലിനക്സ് കേർണലിനകത്തുള്ളത്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്ന ലൈബ്രറീസ് ആൻഡ് ആൻഡ്രോയിഡ് റൺ ടൈം ആണ്. അത് 2 പാർട്ടായിട്ട്, ഒരെണ്ണം ലൈബ്രറീസും ഒരെണ്ണം ആൻഡ്രോയിഡ് റൺ ടൈമും. ലൈബ്രറീസിൽ വരുന്നത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ആവശ്യമായിട്ടുള്ള ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ലൈബ്രറീസും ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പോർഷനാണ് ലൈബ്രറീസ്. അതിനകത്ത് വരുന്നതാണ് ഒന്നാണ് എസ്ക്യൂലൈറ്റ്. എസ്ക്യൂലൈറ്റ് മീൻസ് ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡേറ്റാബേസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എസ്ക്യൂലൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെബ് കിറ്റ്. വെബ് കിറ്റ് മീൻസ് വെബ് ബ്രൗസിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വെബ് കിറ്റ്. അങ്ങനെ ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറീസാണ്. SSL മീൻസ് സെക്യൂർ സോക്കറ്റ് ലെയർ. ദെൻ ലൈബ് സി ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലൈബ്രറി ഫങ്ഷൻസാണ്. അങ്ങനെ ഓരോന്നിനും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ലൈബ്രറീസും സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ലൈബ്രറീസ്. നെക്സ്റ്റ് ആൻഡ്രോയിഡ് റൺ ടൈം. ആൻഡ്രോയിഡ് റൺ ടൈമിനകത്ത് 2 മെയിൻ പാർട്സാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോർ ലൈബ്രറീസ് ആൻഡ് ഡാൽവിക് വെർച്വൽ മെഷീൻ. ഇതിൽ കോർ ലൈബ്രറീസ് മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ്രോയിഡ് റൺ ടൈമിൻ്റെ ഉദ്ദേശം. റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ് കോർ ലൈബ്രറീസ്. ദെൻ ഡാൽവിക് വെർച്വൽ മെഷീൻ മീൻസ് നമ്മൾ ജാവയിൽ ജാവ വെർച്വൽ മെഷീൻ എന്ന് കേട്ടിട്ടുണ്ട്. ജാവ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെർച്വൽ മെഷീനാണ് ജാവ വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ JVM. അതിന് ഇക്വലൻ്റ് ആയിട്ട് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നതാണ് DVM, ഡാൽവിക് വെർച്വൽ മെഷീൻ. ദാറ്റ് പ്രൊവൈഡ്സ് എ റൺ ടൈം എൻവയോൺമെൻറ്റ്. ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആളാണ് ഡാൽവിക് വെർച്വൽ മെഷീൻ, സിമിലർ ടു ജാവ വെർച്വൽ മെഷീൻ. നെക്സ്റ്റ് ലെയർ ഈസ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് മീൻസ് ഇറ്റ് എക്സ്പോസ് വേരിയസ് കേപ്പബിലിറ്റീസ് ഓഫ് ആൻഡ്രോയിഡ് OS ടു ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് തൊട്ട് മുകളിലാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ആ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും നമ്മുടെ സിസ്റ്റവും ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. അതിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻസിനെ മാനേജ് ചെയ്യുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്, ആക്ടിവിറ്റി മാനേജർ. അതായത് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രെയിംവർക്കുകളാണിത്. ആക്ടിവിറ്റി മാനേജർ, വിൻഡോ മാനേജർ, കൺട്രോൾ പാനൽ, വ്യൂ സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. നോട്ടിഫിക്കേഷൻ മാനേജർ, ലൊക്കേഷൻ മാനേജർ, റിസോഴ്സ് മാനേജർ. അപ്പോൾ ഓരോന്ന് എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കും. അപ്പോൾ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആളാണ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്.
നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ മീൻസ് യൂസർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ കോൺടാക്ട്സ് ഉണ്ട്, ഫോണുണ്ട്, ബ്രൗസറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. അതുവഴിയാണ് ഒരു യൂസർ ഈ ഫോണുമായിട്ട് അല്ലെങ്കിൽ ഈ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ ഓഫ് ദി ആൻഡ്രോയിഡ്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലിനക്സ് കേർണൽ. ദിസ് ലെയർ കണ്ടെയ്ൻസ് ഓൾ ദി ലോ ലെവൽ ഡിവൈസ് ഡ്രൈവേഴ്സ് for the various hardware components. Then libraries that contain all the code that provides the main features of Android OS. Then SQLite WebKit അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആൻഡ്രോയിഡ് Runtime provide a set of core libraries that enable developers to write Android apps. Dalvik Virtual Machine provide runtime environment for the Android application. Then application framework expose various capabilities of Android OS to application developers. Next application, any application you write are located at this layer. ഇത്രയാണ് ആർക്കിടെക്ചർ ഓഫ് ദി ആൻഡ്രോയിഡ്. Thank you for watching the video.